ഞാനൊരു കേരള യാത്ര തുടങ്ങുകയാണ്. കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള യാത്രയാണ്. രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം കേരളത്തിൻ്റെ പുരോഗതിയാണ്, വളർച്ചയാണ്, ജനങ്ങളുടെ നന്മയാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് കേരള യാത്ര നടത്തുന്നത്. സ്വാഭാവികമായും ഈ സമയത്ത് അത്തരമൊരു യാത്ര നടത്തേണ്ടതുണ്ടോ, എന്താണ് അതിൻ്റെ ഉദ്ദേശം തുടങ്ങിയ ചർച്ചകളൊക്കെ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒരു കേരള യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന്. കേരളത്തിൻ്റെ വികസനം, അതേക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യാത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കേരള യാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ, അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എന്നൊക്കെയായിരിക്കും ചിന്തിക്കുക. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് സാധാരണ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത്തരം യാത്രകൾ നടത്താറുള്ളത്. തങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ അത് ജനങ്ങളോട് പറയുക, ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, അങ്ങനെ ഒരു പുതിയ നയം രൂപീകരിക്കുക കേരള വികസനത്തെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഇത്തരം യാത്രകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തങ്ങളുടെ അണികളിൽ ഒരു ചലനമുണ്ടാക്കുക, ഇതൊക്കെയാണ് സാധാരണ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു യാത്രയാണ് രമേശ് ചെന്നിത്തല നടത്താൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ വികസനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഡയലോഗാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകളിൽ എന്തൊക്കെ ചെയ്യണം കേരളം മാറാൻ, ഏതൊക്കെ രൂപത്തിലാണ് കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്, അത് സംബന്ധിച്ച് ഒരു തുറന്ന ചർച്ച, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് പറയുക, ജനങ്ങൾ അതിനോട് പ്രതികരിക്കുക. ഇങ്ങനെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ജില്ലയിലെയും വികസനങ്ങൾ എന്തൊക്കെ, വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു യാത്ര നടത്തുന്നത്, ഇത്തരമൊരു പരിപാടി നടത്തുന്നത്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. അദ്ദേഹം കളത്തിൽ ഇറങ്ങി എന്ന് വെച്ചാൽ UDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ മറ്റൊരു ഉത്തരമില്ല. അത് രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കളത്തിലിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചതും. ചിലപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് അദ്ദേഹത്തിന് അത്തരമൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രഹസ്യ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുകയോ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇപ്പുറത്തേക്ക് അദ്ദേഹം നോക്കുന്നില്ല. UDF ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിന് സംശയമേ വേണ്ട എന്ന് അദ്ദേഹം കൃത്യമായ സന്ദേശം നൽകുന്നു എന്നർത്ഥം. കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല UDFിൽ നിന്നും ഒരു പ്രതികരണവും ഉയർന്നു വന്നിട്ടില്ല. ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പ്രതികരണവും ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. കെ സുധാകരൻ KC വേണുഗോപാലിന്റെ പേര് പറയുകയും VD സതീശന് വേണ്ടി ചില ചാനലുകൾ രംഗത്ത് ഇറങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ വലിയ ചർച്ച കേരളത്തിൽ നടക്കുമ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുകയും അത്തരം ചർച്ച നടത്തേണ്ടതില്ല, അതിന് സമയമല്ല എന്ന് പറയുകയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ രംഗത്തിറങ്ങി കെ സുധാകരനെ വിമർശിക്കുകയും കെ സുധാകരനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. KC വേണുഗോപാലുമായി ദീപാദാസ് മുൻഷി ദില്ലിയിൽ ചർച്ച നടത്തുന്നതും നാം കണ്ടതാണ്. അത്തരം വാർത്തകളൊക്കെ നാം വായിച്ചതുമാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് വലിയ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ ഇപ്പോൾ ആ ഇടപെടൽ ഇല്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് അതില്ലാത്തത് എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും ഒരു തീരുമാനം കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? UDF ജയിച്ചാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പ്രത്യക്ഷമായി തന്നെ രംഗത്തിറങ്ങാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നതും.